നമസ്കാരം എല്ലാവർക്കും. കാഴ്ച ഓപ്ഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് അവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന്, നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അവരെക്കുറിച്ചിട്ടും എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ ഓവറോൾ എനർജി ആയിട്ട് നിൽക്കുന്നത്, ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സ് ആണ്. ആ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം മെൻ്റലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വയം പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ കൂടിയാണ് ഇപ്പോൾ ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, 5 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടുള്ള ആ ചിന്ത തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം, റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ ഒരു തുടക്കം ഉണ്ടാവണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനും നിങ്ങൾ തമ്മിൽ അകലാനുള്ള ഒരു സാഹചര്യവും വന്നിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അവർക്ക് ലൈഫിൽ വേറെ ഒരുപാട് ഓഫറുകളൊക്കെ ലഭിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നത്. വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ വ്യക്തി, എന്ത് തിരഞ്ഞെടുക്കുമെന്നറിയാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ വ്യക്തി. നിങ്ങളോടൊപ്പം വളരെ നല്ല രീതിയിൽ ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാവില്ല എന്ന് 10 ഓഫ് കപ്പ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹാപ്പി ഫാമിലി ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയോ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി കാരണം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷകരമായ എല്ലാ സംഭവങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതൽ ഓപ്ഷൻസ്, കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളെ മറന്നുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ മറന്നിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ഇപ്പോൾ ആ സാഹചര്യത്തിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നത്. ആ വ്യക്തി ഇപ്പോൾ കൂടുതലും ചിന്തിക്കുന്നത് ഈ ലൈഫിൽ എങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, നിങ്ങളിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നൊക്കെ ആ വ്യക്തി വളരെയധികം ആലോചിച്ച് കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു കൂട്ടുന്നത്. കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി, ഒരു കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം. അല്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ വരികയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ എങ്ങനെ സ്വീകരിക്കുമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ്, നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത്. വളരെയധികം ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ആ വ്യക്തി, എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് വളരെയധികം ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു വളരെ സ്റ്റേബിളായിട്ടുള്ള സ്നേഹം ആ വ്യക്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ്. ഈ റിലേഷൻഷിപ്പ് വളരെ ശക്തമായ രീതിയിൽ ഇനി എന്തൊക്കെ പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും അത് വളരെ സ്റ്റേബിളായിട്ട് അൺകണ്ടീഷണൽ ലവ് ആയിട്ട് നിങ്ങൾക്ക് തരണം എന്നാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി പല കാര്യങ്ങളിലും ഇങ്ങനെ വല്ലാതെ, ആ വ്യക്തിക്ക് കിട്ടിയ ഒരുപാട് സാഹചര്യങ്ങൾ ആ വ്യക്തി വല്ലാതെ ഭ്രമപ്പെട്ടു പോയിരുന്നു എന്നാണ് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ വ്യക്തിയെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്നിട്ട് ആ വ്യക്തിയുടെ
ഊർജം അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്കുള്ള കഴിവുകൾ എല്ലാം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആ വ്യക്തിയെ മറ്റുള്ള ആ തേർഡ് പാർട്ടി കൊണ്ടുപോയിട്ടുള്ളതെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. നിങ്ങളെ എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്തിനു വേണ്ടിയാണ് ആ വ്യക്തിയിലേക്ക് എത്തിയതെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാനുണ്ടായ സാഹചര്യം നിങ്ങളെന്താണെന്നും തേർഡ് പാർട്ടി എന്താണെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഇപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി അവരെ യൂസ് ചെയ്യായിരുന്നു എന്നും അവരിലെ എല്ലാ കാര്യങ്ങളും അവരുടെ ഊർജവും അവരുടെ എല്ലാ റിസോഴ്സും എടുത്തിട്ട് ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനല്ല, ആ വ്യക്തിയെ വല്ലാതെ യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ തേർഡ് പാർട്ടി വന്നതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ തേർഡ് പാർട്ടി എത്തിയതെന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു വളരെ നല്ല സന്തോഷകരമായിട്ടൊരു ലൈഫ് വേണമെന്നും നിങ്ങളെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും നിങ്ങളെ മറക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റാതെ നിങ്ങളിലേക്ക് വരണമെന്നും എന്നും നിങ്ങളോട് സ്റ്റേബിളായിട്ടൊരു റിലേഷൻഷിപ്പ് വെക്കണം എന്നാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നോക്കാം. നിങ്ങളോട് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ഐ ആം ട്രൈ ടു ഇംപ്രൂവ് മൈ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്കിത് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. പത്തനംതിട്ട, കൊല്ലം, ലെറ്റർ സി, ലെറ്റർ കെ, സെപ്റ്റംബർ മന്ത് 23, 999 ആണ് കേട്ടോ നിങ്ങളുടെ ബിഗ് പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനും നിങ്ങളെ മാത്രം ഇനി സ്നേഹിച്ച് കൂടെ വരണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിനും 999ഉം 333ഉം ഇത് ക്ലെയിം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് ആ പോസിറ്റീവ് എനർജിയെ അട്രാക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള കണക്ഷൻ തരാനും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ 999ഉം 333ഉം ഒക്കെ വെച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിനെ ക്ലെയിം ചെയ്യുന്നത് നല്ലതായിരിക്കും. ജാനുവരി മന്ത് കിട്ടിയിട്ടുണ്ട്, കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്, ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്, ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ട്, ഡിസംബർ മന്ത് കിട്ടിയിട്ടുണ്ട്, 444 കിട്ടിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ നമ്പറാണ്. ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് 22 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ക്ലൂസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നല്ല രീതിയിൽ തിരികെ വരാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയൊക്കെ വിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കണക്ഷൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടേക്കുക. താങ്ക് യു.